എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇപ്പോഴേ ഒരു പ്രശ്നം നിലവിലുണ്ട്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഷർട്ട് വേണം അല്ലെങ്കിൽ വേണ്ട, അത് ഒരു തർക്കമായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ശരിക്കും ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മൾ വെറുതെ കാണാൻ പോകുന്നതല്ല, നമ്മൾ ഈ വിഗ്രഹത്തെ തൊഴുത് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിൽ വസ്ത്രം ധരിച്ചാലും ഈ ഷർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ലക്ഷ്യം വിഗ്രഹത്തെ നമ്മൾ ആവാഹിച്ചെടുക്കുന്നതാണ്. അതായത് മനസ്സിൽ ഉറപ്പിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പോകാം, പെർമിഷൻ ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പെർമിഷൻ ഇല്ല. ശരിക്കും പോകേണ്ടത് ഈറനുടുത്തിട്ടാണ് പോകേണ്ടത്. ശരിക്കും ഈറനുടുത്ത ഈ മുണ്ടും ഈ നനഞ്ഞ വേഷ്ടിയും ധരിച്ചുകൊണ്ടാണ് സാധാരണ മുമ്പൊക്കെ പോകാറ് പതിവ്. അന്ന് വളരെ മുമ്പൊന്നും ഷർട്ടില്ല. അതുകൊണ്ട് ഒരു തോർത്തെടുത്തിട്ടാണ് പോവുക. ഒരു തോർത്തുമുണ്ട്, ഒരു ടവൽ എടുത്തിട്ടാണ്, ശരിക്കും ടവലല്ല, തോർത്തെടുത്തിട്ടാണ് മുമ്പൊക്കെ എല്ലാവരും പോവുക. കാരണം ഇന്നത്തെ മാതിരി വലിയ മുണ്ടൊന്നും അന്നില്ല. പക്ഷേ എങ്ങനെ പോയാലും നമ്മൾ ലക്ഷ്യം ആ മുണ്ടോ ഷർട്ടോ ഒന്നുമല്ല, നമ്മളെ വിഗ്രഹത്തെ മനസ്സിൽ ഉറപ്പിക്കുക, ഭക്തിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ പോവുക. ഇപ്പം പ്രശ്നമായ സ്ഥിതിക്ക് എല്ലാവരും വലിയ എല്ലാ മേഖലകളിലും പുരോഗതിയുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് പോകാം. അവർക്ക് വേറെ ആളുകൾക്ക് ഈ വേഷ്ടി ധരിച്ചു കൊണ്ടുപോകാം. പിന്നെ ഷർട്ടില്ലെങ്കിൽ ഒരു തോർത്ത് ചുമലിൽ ഇട്ടുകൊണ്ട് പോകാം. എങ്ങനെ വേണം പോകാം. പക്ഷേ ലക്ഷ്യം നമ്മുടെ ഭക്തി ആയിരിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഒരുപാട് സംഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു തർക്ക വിഷയമാക്കേണ്ട പ്രശ്നമല്ല. അത് ക്ഷേത്ര കമ്മിറ്റി ദേവസ്വം ബോർഡ് ആയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ടതാണ്. പിന്നെ ജനങ്ങൾക്ക് അതിൽ ഒരു പ്രത്യേക അഭിപ്രായമൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും വ്യത്യാസമൊന്നുമില്ല. ക്ഷേത്ര കമ്മിറ്റി എന്താ പറയുന്നത് അതനുസരിക്കുക. ഇപ്പോൾ സ്ത്രീകൾ മുമ്പൊക്കെ സാരി ഉടുത്തിട്ടാണ് പോയിരുന്നത്. അതിലും മുമ്പേ മുണ്ടെടുത്ത് നനഞ്ഞ ഇറനെടുത്തിട്ടാണ് പോയിരുന്നത്. അങ്ങനെ നമ്മൾ പരിണമിച്ച് മാറ്റം വന്നാണ് ഈ സ്ഥിതിയിൽ ഇപ്പോൾ ചുരിദാർ വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ മേലെ മുണ്ടെടുത്ത് പോകണമെന്ന് പറഞ്ഞ് അതെല്ലാം ഭക്തജനങ്ങൾ കേൾക്കും. കാരണം അവർക്ക് ഭക്തിയാണ് പ്രധാനം. വസ്ത്രമൊന്നും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് അതിനു വേണ്ടി പോകുന്നതല്ല അവിടെ. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളെ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ അത് ക്ഷേത്ര കമ്മിറ്റിക്കാരെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞതുകൊണ്ടോ അല്ല. ക്ഷേത്ര കമ്മിറ്റിക്ക് ഇതിനെപ്പറ്റി വലിയ ബോധം ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. എന്നാലും അത് പല പാർട്ടിക്കാരൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെയായാലും ലളിതമായ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പോകണം. വ്രതത്തിലുള്ള ആളുകൾ കുളിച്ച് നനഞ്ഞ ഇറനെടുത്തുകൊണ്ട് വേഷ്ടിയൊക്കെ ധരിച്ചുകൊണ്ട് പോകണം എന്നാൽ എൻ്റെ അഭിപ്രായം. എന്നാൽ കുളിച്ച് ഇറനെടുത്തുകൊണ്ട് ഒരു വേഷ്ടിയും ധരിച്ച് പുരുഷന്മാർ പോകണം എന്നാൽ എൻ്റെ അഭിപ്രായം. എല്ലാത്തവർക്കും പോകാം. കാരണം വ്രതമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വെറുതെ പോയി തൊഴുത്ത് മടങ്ങുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭക്തന്മാർ എപ്പോഴും കുളിച്ച് ഇറനെടുത്ത് ഒരു വേഷ്ടിയും ധരിച്ചുകൊണ്ട് പുരുഷന്മാർ പോകണം എന്നാ എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത്രയും എനിക്ക് ഇപ്പം പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ നമ്മളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുകയും വേണം. കാരണം വേറെ ആളെ അറിയിക്കേണ്ട കടമ ഇത് കാണുന്ന ആൾക്കാർക്കാണ്. കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യുക മാത്രമേ എനിക്ക് സാധ്യം ആവുകയുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.